ഏറ്റവും അവസാനത്തെ സെക്ഷൻ നമ്മുടെ ഈ ചാപ്റ്റർ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലിംഗ്ഹാം ഡയഗ്രാം. ഓക്കെ, എല്ലിംഗ്ഹാം ഡയഗ്രാം വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. അപ്പൊ ഇത് ക്ലിയർ ആയി മനസ്സിലാക്കണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള തെർമോഡൈനാമിക്സ് ക്ലിയർ ആയിട്ട് അറിയണം. ഓക്കെ, അപ്പോ നമ്മൾ ഒരു മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ക്രൂഡ് മെറ്റൽ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഏതാണ്, സൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ഏതാണ് എന്നറിയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഉണ്ടാക്കിയ ഒരു ഇക്വേഷനാണ് ഡെൽറ്റ ആർ ജി. What is this? Free energy change for the reduction process is equal to delta F G for the formation of MXO M dash XO minus delta G for the formation of MXO. Okay, അപ്പൊ ഈ റിയാക്ഷൻ ഈ വാല്യൂ ഈ ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ MXO എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡിന് M ഡാഷ് എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലാണോ നിങ്ങൾ ഡെൽറ്റ എഫ് ജിയും ഡെൽറ്റ ഈ എഫ് ജിയും ഈ ഡെൽറ്റ എഫ് ജിയും കണ്ടുപിടിക്കുന്നത്, ഈ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുന്നത് ഏത് ടെമ്പറേച്ചറിലാണോ ആ ടെമ്പറേച്ചറിൽ ഈ ഡിഫറൻസ് നെഗറ്റീവ് ആണ് എന്ന് ശ്രദ്ധിക്കണം. MXOനെ M ഡാഷ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ അതിനെന്ത് വേണം? ഈ രണ്ട് ഓക്സൈഡുകൾ ഫോം ചെയ്യുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി ഫോർമേഷൻ അറിയണം. അതിനു വേണ്ടിയിട്ട് മിസ്റ്റർ എല്ലിംഗ്ഹാം ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഒരു മോൾ ഓക്സിജൻ, കേൾക്കണേ, ഒരു മോൾ ഓക്സിജനുമായിട്ട് ഒരുപാട് മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നു അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചർ. അങ്ങനെ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് മെറ്റൽ അതെത്രയായിക്കോട്ടെ XM എന്ന് പറയുന്ന മെറ്റൽ ഒരു മോൾ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷന്റെ ഡിഫറെന്റ് ടെമ്പറേച്ചറിനുള്ള ഡെൽറ്റ ജി വാല്യൂ കണ്ടെത്തുന്നു. എന്നിട്ട് ഡെൽറ്റ ജി വേഴ്സസ് ഡെൽറ്റ G0 വേഴ്സസ് T ഗ്രാഫ് വരണം. And this plot is called Ellingham diagram. So what is Ellingham diagram? It is the plot, okay, the plots of delta G versus T. The plots of delta G versus T for the formation of metal oxide when metal react with 1 mole of oxygen at different temperature. Okay, അങ്ങനെ എലിംഗ്ഹാം ഡയഗ്രത്തിൽ നമുക്ക് കിട്ടുന്ന കുറെ പ്ലോട്ടുകളാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. നോക്കേ, സിൽവർ ഒരു മോൾ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു, മെർക്കുറി ഒരു മോൾ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു, കോപ്പർ ഒരു മോൾ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു, അയൺ ഒരു മോൾ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് മെറ്റൽസ്, കോപ്പർ, അയൺ, സിങ്ക്, അലുമിനിയം, മഗ്നീഷ്യം, ഇങ്ങനെ ഒരുപാട് മെറ്റൽ എലമെന്റ്സ് ഒരു മോൾ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ ജി നമ്മൾ പ്ലോട്ട് വരച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ ജി വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്ലോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് ദി എല്ലിംഗ്ഹാം ഡയഗ്രാം. അപ്പോൾ എന്താണ് എല്ലിംഗ്ഹാം ഡയഗ്രാം എന്ന് പറഞ്ഞാൽ? ദി പ്ലോട്ട്സ് ഓഫ് ഡെൽറ്റ ജി വേഴ്സസ് ടി ഫോർ ദി ഫോർമേഷൻ ഓഫ് metal oxide when metal react with 1 mole of oxygen at different temperature. Okay, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ വാല്യൂ കണ്ടെത്താൻ പറ്റണം. ഓക്കെ, ഇതിൽ നിന്ന് ഈ വാല്യൂ കണ്ടെത്താൻ പറ്റണം. ഓക്കെ, അങ്ങനെ കണ്ടെത്തിയിട്ട് നെഗറ്റീവ് ആണ് നോക്കുക. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ എല്ലിംഗ്ഹാം ഡയഗ്രത്തിന്റെ, അതായത് എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ നിന്ന് സൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റും സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും, റിഡക്ഷന് സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും ഏതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിനു മുമ്പ് ഈ
എല്ലിംഗ്ഹാം ഡയഗ്രത്തിന്റെ കുറച്ച് സാലന്റ് ഫീച്ചേഴ്സ് ഞാൻ പറയാൻ പോകാം. ഓക്കെ, നിങ്ങൾ നോക്ക്, ഈ എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ ഈ ഒന്നൊഴികെ ബാക്കി എല്ലാത്തിന്റെയും സ്ലോപ്പ് മുകളിലോട്ടാണ്. ഓക്കെ, ഓൾ ഗ്രാഫ് സ്ലോപ്പ് അപ്വേർഡ്, എല്ലാം മുകളിലോട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എല്ലാത്തിന്റെയും സ്ലോപ്പ് എന്തുകൊണ്ട് മുകളിലോട്ടായി അറിയണ്ടേ? അപ്പൊ അതാണ് ആദ്യത്തത്. ഞാൻ പറയാൻ പോകാൻ ശ്രദ്ധിക്കണം. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? മെറ്റൽ, ഇതാണ് മെറ്റൽ. എക്സിയം എന്നുള്ള മെറ്റൽ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് സ്ലോപ്പ് മുകളിലോട്ട് വന്നത് എന്നാണ് കുഞ്ഞോളെ ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ മെറ്റൽ സോളിഡ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, മെറ്റൽ ഓക്സൈഡ് സോളിഡ് ആണ്. Okay, you know delta G is equal to delta H minus T delta S. ആണല്ലോ, delta G is equal to delta H minus T delta S. ഇതിലെന്താ delta S, which is the entropy change. അല്ലെ, നിങ്ങൾ നോക്ക്, ഈ റിയാക്ഷന്റെ ഫലമായിട്ട് റിയാക്ഷന് മുമ്പ് 1 മോൾ ഓക്സിജൻ ഉണ്ട്, റിയാക്ഷന് ശേഷം ഗ്യാസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്? ഫൈനൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് 0. ഇനീഷ്യലി 1 മോൾ, അപ്പോൾ -1, ഫൈനൽ മൈനസ് ഇനീഷ്യൽ -1. അതായത് ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം 0 ആകുന്നു. 1 മോൾ ഉണ്ടായത് 0 ആയിട്ട് മാറുന്നു. നിങ്ങൾക്കറിയാം ഗ്യാസിന്റെ എൻട്രോപ്പി ഒരുപാട് കൂടുതലാണ്, റാൻഡംനെസ് കൂടുതലാണ്. റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഓർഡർനെസ് കൂടി. അതായത് ഫൈനൽ എൻട്രോപ്പി, സോളിഡിന്റെ എൻട്രോപ്പി വളരെ കുറവാണ്, ഗ്യാസിന്റെ എൻട്രോപ്പി കൂടുതലാണ്. അതായത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ എൻട്രോപ്പി എന്താണ്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ എൻട്രോപ്പിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് നെഗറ്റീവ് ആണ്, അല്ലെ? ഫൈനൽ കുറവാണ്, ഇനീഷ്യൽ കൂടുതലാണ്. ഫൈനൽ മൈനസ് ഇനീഷ്യൽ നെഗറ്റീവ് ആണ്. സോ റിയാക്ഷന്റെ സമയത്ത് എൻട്രോപ്പി നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നേരെ നോക്കണം, ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്, ടി ഇൻറ്റു ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്, ടി ഇൻറ്റു ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. പക്ഷെ മൈനസ് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ എസ് അത് പോസിറ്റീവ് ആണ്. അതായത് നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ മൈനസ് ടി ഡെൽറ്റ എസ് ബിക്കം മോർ ആൻഡ് മോർ പോസിറ്റീവ്. അപ്പോൾ നാം ഡെൽറ്റ ജി ലെസ് നെഗറ്റീവ് ആണ്. അതായത് അതിന്റെ നെഗറ്റീവ് വാല്യൂ കുറഞ്ഞുകൊണ്ട് വരാം, അതായത് മുകളിലോട്ട് പോകും. നോക്കിത്ത മൈനസ് താഴോട്ട് നെഗറ്റീവ് വാല്യൂ കൂടി കൊണ്ടുവരാണ്, മുകളിലോട്ട് നെഗറ്റീവ് വാല്യൂ കുറഞ്ഞുകൊണ്ട് വരാണ്. അപ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. ഓരോ റിയാക്ഷന്റെ കേസിലും ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. കാരണം പ്രോഡക്റ്റ് സോളിഡ് ആണ്, റിയാക്റ്റൻസിൽ 1 മോൾ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്, ടി ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്, മൈനസ് ടി ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ടാവും, മൈനസ് ടി ഡെൽറ്റ എസ് മോർ ആൻഡ് മോർ പോസിറ്റീവ് ആവും, ഡെൽറ്റ ജി ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ് ആവും. അതുകൊണ്ട് എല്ലാം മുകളിലോട്ട് സ്ലോപ്പ് പോകും, എല്ലാം മുകളിലോട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് സ്ലോപ്പ് മുകളിലോട്ടായി എന്നുള്ളത് നെക്സ്റ്റ്. ഇനി നോക്ക്, ചില ഗ്രാഫുകളിൽ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ വെച്ച് അപ്പുറത്തായിട്ട് സഡൻ ആയിട്ടൊരു എന്താ പറയാ എക്സ്ട്രാ സ്ലോപ്പ് വരുന്നത്, ഒരു ബെൻഡിങ്. ഇതിന്റെ കേസിലാണ് മെഗ്നീഷ്യത്തിന്റെ കേസിലാണ് ഒരു ബെൻഡിങ് ഇവിടെ വെച്ചിട്ട് ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഏകദേശം അത് 1383 കെൽവിനാണ്, ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഈ പറയപ്പെട്ട ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒരു പെട്ടെന്നൊരു സഡൻ ആയിട്ട് മുകളിലോട്ട് സ്ലോപ്പ് പോകാണ്ടോ, മുകളിലോട്ട് തന്നെ സ്ലോപ്പ് ഉള്ളത്, പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു എക്സ്ട്രാ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, ഇൻക്രിമെന്റ് സംഭവിക്കുന്നുണ്ട്. കാരണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടിക്കൊണ്ടൊന്നല്ല, ടെമ്പറേച്ചർ ഗ്രാജുവലായി കൊണ്ടുവരാം. പിന്നെ ഡെൽറ്റ എസിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു. എന്ത് ചേഞ്ച് എന്നറിയാവോ? അവിടെ ഈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ സഡൻ ചേഞ്ച് കാണുന്നത്? അവിടെ വെച്ചിട്ട് ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ അതുവരെ സോളിഡ് ആയിരുന്നു, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്തുന്നു, അവിടെ വെച്ച് മെൽറ്റ് ആവുന്നു, സോളിഡ് ലിക്വിഡ് ആവുന്നു. അതുവഴി ഡെൽറ്റ എസ് സഡൻ ആയിട്ടൊരു ചേഞ്ച് വരുന്നു. അതുകൊണ്ടാണ് ഡെൽറ്റ ജിയിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നത്. ഡെൽറ്റ എസ് മാറിയപ്പോഴാണ് ഡെൽറ്റ ജി മാറിയത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് സ്ലോപ്പ് മുകളിലോട്ടായി? അതേപോലെ എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലേക്ക്
ചെയ്യുമ്പോൾ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നത്. ഇത്രയും കാര്യങ്ങൾ കാണല്ലോ. അബ്രപ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് വരാനുള്ള കാരണം ആ പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് ഫേസ് ചേഞ്ച് വരുന്നത് കൊണ്ട് ഡെൽറ്റ എസ് ചേഞ്ച് വരുന്നു. ഡെൽറ്റ എസ് മാറിയത് കൊണ്ടാണ് ഡെൽറ്റ ജിയിൽ മാറ്റം വന്നത്, അല്ലാതെ ടിയിലോ ഡെൽറ്റ എച്ചിലോ മാറ്റം വന്നത് കൊണ്ടല്ല. ക്ലിയർ ആണേ? ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് ഇന്നോട് ശ്രദ്ധിക്കണം. നിങ്ങൾ കണ്ടോടാ കുഞ്ഞോളെ, ദാ ഒരു പോയിന്റ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0. This red mark indicates at that point delta G is equal to 0. എന്താണ്? ആ പോയിന്റിൽ ഡെൽറ്റ ജി 0 ആണ്. ആ പോയിന്റ് ഞാൻ മൂന്നാമത്തെ പോയിന്റാണ് പറയുന്നത്, അവിടെ ഡെൽറ്റ ജി 0 ആണ്. ഡെൽറ്റ ജി 0 ആണ്. ഡെൽറ്റ ജി is equal to 0. ഓക്കെ. ഇത് ഏതോ ഒരു മെറ്റലിന്റെ എലിഹാം ഡയഗ്രാം ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ MXO, MO, MO2. നോക്കേ, ഈ എലിഹാം ഡയഗ്രത്തിൽ എന്താ അർത്ഥമാക്കുന്നത്? ടെമ്പറേച്ചർ കൂടുന്തോറും MO2 ആയി മാറുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി വാല്യൂ പോസിറ്റീവിലോട്ട് പോയിട്ട് അവസാനം 0 ആവുന്നു. ഈ ടെമ്പറേച്ചറിൽ വെച്ച് 0 ആവുന്നു. അതിന്റെ മുകളിലല്ലാതെ പോസിറ്റീവ് ആണ്. above this temperature ഞാൻ അതിനെ Tx എന്ന് വിളിക്കുന്നു. above Tx delta G value for that reaction. MO2 ആയിട്ട് മാറുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്, അതിന് താഴെ നെഗറ്റീവ് ആണ്. MO2 ആയി മാറുന്ന M+O2 is MO2. ഈ റിയാക്ഷന്റെ ഡെൽറ്റ ജി വാല്യൂ മുകളിൽ പോസിറ്റീവ് ആണ്, താഴെ നെഗറ്റീവ് ആണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോവാ, ഈ ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ്, ഈ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്, റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. അതായത് ഈ ടെമ്പറേച്ചറിന് താഴെ M ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് MO2 ആണ്. മെറ്റല് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഏത്? ബിലോ ദിസ് ടെമ്പറേച്ചർ, ബിലോ Tx MO2 ആയി മാറുന്ന റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് ആണെന്ന് മാത്രമല്ല, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ സ്പോണ്ടേനിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന റിയാക്ഷൻ തനിയെ നടക്കും. ദാറ്റ് മീൻസ് MO2 സ്റ്റേബിൾ ആണ്. MO2 സ്റ്റേബിൾ ആണ്. MO2 സ്റ്റേബിൾ ആണ്. സോ ബിലോ Tx delta G is negative and MO2 is stable. But above Tx, watch, delta G is positive and the reaction is not feasible, that means not spontaneous, which means MO2 is unstable. MO2 unstable ആണ്. ഈ MO2 നിൽക്കൂലാണ്, അവിടെ നിൽക്കൂലാണ്, സ്റ്റേബിൾ ആയിട്ട് നിൽക്കൂല. ഡിക്കമ്പോസ് ചെയ്യും. ഡിക്കമ്പോസ് ചെയ്യുന്ന അതിന്റെ റിവേഴ്സ് പ്രോസസ് നടക്കുന്നത്. MO2 എന്തായിട്ട് മാറും? MnO2 ആയിട്ട് മാറും. അതായത് മെറ്റൽ ഓക്സൈഡ് ഡിക്കമ്പോസ് ചെയ്തിട്ട് മെറ്റലും ഓക്സിജനുമായിട്ട് മാറും. നമുക്ക് വേണ്ടത് ഇത് തന്നെയല്ലോ. മെറ്റൽ ഓക്സൈഡിൽ നിന്ന് മെറ്റലിനെ കിട്ടേണ്ടതല്ലേ? എന്തിന്? മെറ്റലർജിക്കൽ പ്രോസസ്സിൽ ഓക്സൈഡ് ഫോമിലുള്ള മെറ്റലിൽ അതിൽ ഓക്സിജൻ റിമൂവ് ചെയ്യപ്പെട്ടിട്ട് മെറ്റലായിട്ട് മാറണം. എങ്ങനെ? സാധാരണ രീതിയിൽ എങ്ങനെയാ? റെഡ്യൂസിങ് ഏജന്റ് ചേർത്താലല്ലേ. MO2ൽ നിന്ന് ഓക്സിജൻ കൊണ്ടുപോകണമെങ്കിൽ ഒരു റെഡ്യൂസിങ് ഏജന്റ് വേണം. പക്ഷെ ഇവിടെ നോക്കി, റെഡ്യൂസിങ് ഏജന്റ് ഒന്നും ചേർക്കാതെ ചൂടാക്കുന്ന സമയത്ത് MO2 ഡിക്കമ്പോസ് ചെയ്തിട്ട് മെറ്റലും ഓക്സിജനുമായിട്ട് മാറുന്നു. Okay, without using a reducing agent, we get the metal from the metal oxide only just by heating. അല്ലേ? അപ്പോ ചൂടാക്കിയാൽ ഇതിന്റെ അർത്ഥം എന്താ? ഏതൊരു മെറ്റൽ ഓക്സൈഡിനെയും ചൂടാക്കിയാൽ, കേൾക്കണേ, ഏതൊരു മെറ്റൽ ഓക്സൈഡിനെയും ചൂടാക്കിയാൽ ഇങ്ങനെ അവസാനം എന്താവും? അതിന്റെ ഇൻഹാം ഡയഗ്രത്തിലെ പ്ലോട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഡെൽറ്റ ജി വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ട് അവസാനം അത് ഡെൽറ്റ ജി ഈക്വൽ ടു 0 എന്നുള്ളതിന്റെ ക്രോസ് ചെയ്യും. ശരിയല്ലേ? അതിന്റെ അർത്ഥം എന്താ? ആ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ, ഞാൻ പറഞ്ഞത് മനസ്സിലേക്ക് കൊണ്ടുവരണം, ഈ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ മെറ്റൽ ഓക്സൈഡ് സ്വയം ഡിക്കമ്പോസ് ചെയ്തിട്ട് മെറ്റലും ഓക്സിജനുമായിട്ട് മാറും. ഓക്കെ.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്ക് എല്ലാം ഞാൻ പറഞ്ഞ ഒരു മനസ്സിലാക്കണം. അങ്ങനെയാണ് നോക്കി എല്ലാം നമ്മളിങ്ങനെ ചൂടായിക്കൊണ്ട് വന്നു വിചാരിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കി വന്ന അവസാനം ഇങ്ങനെ പോയിട്ട് എന്താക്കും അവസാനം ഡെൽറ്റ ജിയിൽ ക്രോസ് ചെയ്യും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഏത് ടെമ്പറേച്ചറിലാണോ ക്രോസ് ചെയ്തത് ആ ടെമ്പറേച്ചറിന്റെ മുകളിലേക്ക് മെഗ്നീഷ്യം ഓക്സൈഡിനെ കൊണ്ടുപോയാൽ മെഗ്നീഷ്യം ഓക്സൈഡ് സ്വയം ഡികമ്പോസ് ചെയ്യുന്നില്ല. ഇതിന് മനസ്സിലാക്കുന്നത് എന്നിട്ട് മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുമെന്നല്ല അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതേപോലെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം ഡെൽറ്റ ജി =0 ക്രോസ് ചെയ്യും. ആ ടെമ്പറേച്ചറിന് മുകളിൽ അത് സ്വയം ഡികമ്പോസ് ചെയ്യും. ഏത് MgO സ്വയം ഡികമ്പോസ് ചെയ്യും. അങ്ങനെ ഏത് ഡയഗ്രത്തിൽ ഈ പ്ലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം സ്ലോപ്പ് മുകളിലോട്ടായതുകൊണ്ട് അവസാനം എല്ലാവരും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ ഡെൽറ്റ ജി =0 എന്നുള്ള ലൈനിനെ ക്രോസ് ചെയ്യും. ഏത് ടെമ്പറേച്ചറിലാണ് ക്രോസ് ചെയ്യുന്നത് ആ ടെമ്പറേച്ചറിന് മുകളിൽ എന്താണ് മെറ്റൽ ഓക്സൈഡ് എന്ന് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കാതെ തന്നെ നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാനല്ലേ മനസ്സിലാക്കുന്നത് ബൈ ഹീറ്റിംഗ്. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഓട്ടോ റിഡക്ഷൻ. അപ്പൊ ഏത് മെറ്റലിനെ വേണമെങ്കിലും സഫീഷ്യന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ റിഡക്ഷൻ നടക്കുമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുക എന്ന് പറയുന്നത് അൺഎക്കണോമിക്കലാണ്. ടെമ്പറേച്ചർ കൂടുന്തോറും ചെലവ് കൂടും. കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കുന്തോറും എക്സ്ട്രാക്ഷൻ പ്രോസസ്സിന്റെ ചെലവ് കൂടും. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ കോപ്പർ, മെർക്കുറി, സിൽവർ ഇതൊക്കെയാണ് ഈസിലി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറിൽ ഡെൽറ്റ ജിനെ ക്രോസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും മെർക്കുറിയും സിൽവറും. ഓക്കെ, വളരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ നമ്മളതിനെ ചൂടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡെൽറ്റ ജി =0 ക്രോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റൈനബിൾ ആയിട്ടുള്ള ഈസിലി അറ്റൈനബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ പ്രാക്ടിക്കലി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറിൽ ഡെൽറ്റ ജിനെ ക്രോസ് ചെയ്യുന്നത് ഈ രണ്ടെണ്ണമാണ്. ഓക്കെ ആ ഗ്രാഫിലേക്ക് നിങ്ങൾ നോക്ക്. ഡെൽറ്റ ജി ഡെൽ എൻ ടി ഇതാണ് 0. നോക്ക് അവിടെ ഇത് സിൽവറിന്റെ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നു, വളരെ ചെറിയ ടെമ്പറേച്ചറിൽ. അതേപോലെ മെർക്കുറിന്റെ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്ക് സിങ്കിനെ പറ്റുമോ? സിങ്ക് ക്രോസ് ചെയ്യുന്നത് ഒരുപാട് വലിയ ടെമ്പറേച്ചർ വേണ്ടി വരും. അത്രയും ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് സിങ്ക് ഓക്സൈഡിനെ സിങ്കായിട്ട് ഡികമ്പോസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അതുകൊണ്ട് തന്നെ സിങ്ക് ഓക്സൈഡിന്റെ കേസിൽ ഓട്ടോ റിഡക്ഷൻ പറ്റൂല. അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് നമ്മൾ ഉപയോഗിക്കണം. അത് ഏതാണെന്ന് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ഡൗട്ടില്ല. ഓക്കെ, അപ്പോ ഞാൻ ടോട്ടലി എത്ര പോയിന്റ് പറഞ്ഞു മക്കളെ? 3 പോയിന്റ്സ് പറഞ്ഞു മാഷ്. ഒന്ന്, എന്തുകൊണ്ട് സ്ലോപ്പ് എല്ലാം മുകളിലോട്ടായി, പിന്നെ എന്തുകൊണ്ടാണ് സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത്, പിന്നെന്താണ് ഡെൽറ്റ ജി =0 എന്നുള്ളത് ക്രോസ് ചെയ്താൽ ഇത് സംഭവിക്കും. അതുവഴി ഓട്ടോ റിഡക്ഷൻ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഓട്ടോ റിഡക്ഷൻ പറ്റുക ഇല്ല. എന്തുകൊണ്ട്? തിയററ്റിക്കലി പറ്റും. തിയററ്റിക്കലി എല്ലാത്തിനെയും ചൂടാക്കിയിട്ട് സഫീഷ്യന്റ് ടെമ്പറേച്ചറിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോ റിഡക്ഷൻ പറ്റും. പക്ഷേ അത് എക്കണോമിക്കലി കുറെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ കൊണ്ടുവരണം. നെക്സ്റ്റ്, അടുത്തത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മാഷ് പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചോണം. നിങ്ങൾ നോക്കേ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്ന കാർബൺ അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുന്ന 2 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നതിന്റെ എല്ലിംഗ്ഹാം ഡയഗ്രമാണ്, പ്ലോട്ടാണ് തന്നിട്ടുള്ളത്. ഇത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുന്നത്. അതിൽ നിങ്ങൾ നോക്കി, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നതിന്റെ പ്ലോട്ട് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടലാണ്. എക്സ് ആക്സിസിന് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടലാണ്. അതേസമയം കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുന്നതിന്റെ സ്ലോപ്പ് താഴോട്ടാണ്. ബാക്കി എല്ലാത്തിനും സ്ലോപ്പ് മുകളിലോട്ടാണ്. ഇത് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടലാണ്. അതേസമയം ഇത് സ്ലോപ്പ് താഴോട്ടാണ്. എന്തുകൊണ്ട് ഈ രണ്ടെണ്ണം ഇങ്ങനെയായി? ഇതെന്തുകൊണ്ട് പിന്നെന്താ പറയാ ഹൊറിസോണ്ടലായി? എന്തുകൊണ്ട് കാർബൺ മോണോക്സൈഡിൽ ഇത് താഴോട്ടായി? ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വേറൊന്നും കൂടി ഉണ്ടായത്. വേണ്ട, അപ്പൊ ടോട്ടലി 3 എണ്ണം. ഞാൻ ഈ 2 എണ്ണത്തിന്റെ കാര്യം പറഞ്ഞു. ഇത് ഡൗട്ട് ഒന്നുമില്ല, സംഭവം ക്ലിയർ ആയതാണ്.
ഈസി ആയതാണ്, പറയാൻ പ്രയാസമൊന്നുമില്ല, നമ്മൾ പിന്നീട് പറയാം. ആദ്യം നമുക്ക് ഈ രണ്ടെണ്ണത്തിന്റെ കാര്യം പറയാം. C+O2 gives CO2. അവിടെ കാർബൺ സോളിഡ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ഇനി രണ്ടാമത്തേത് 2C plus O2 gives 2CO. ഇത് സോളിഡ്, ഗ്യാസ്, ഗ്യാസ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഈ ഹൊറിസോണ്ടൽ ആയിട്ട് പറയാം? നേരെ നോക്ക്, ഇതിൽ റിയാക്ടന്റിന് 1 മോൾ ഓക്സിജൻ ആണ് ഉള്ളത്, പ്രോഡക്റ്റിന് 1 മോൾ ഓക്സിജൻ ആണ് ഉള്ളത്. അതായത് 1 മോൾ ഗ്യാസ്, പ്രോഡക്റ്റിൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉള്ളത്. ഓക്സിജൻ അല്ല, റിയാക്ടന്റിൽ 1 മോൾ ഓക്സിജൻ, പ്രോഡക്റ്റിൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. That means delta Ng ഒന്നാമത്തെ റിയാക്ഷനിൽ ഗ്യാസ് മോളിക്യൂൾസ് നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 1 മോൾ മൈനസ് 1 മോൾ 0. അതായത് ഇവിടെ എത്ര റിയാക്ഷന് മുമ്പ് എത്ര ഗ്യാസ് ഉണ്ടോ അത്ര തന്നെ ഗ്യാസ് റിയാക്ഷന് ശേഷവും ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻട്രോപ്പിയിൽ മാറ്റമില്ല. ഇവിടെ 1 മോൾ ഗ്യാസ് ഉണ്ട്, ഇവിടെ 1 മോൾ ഗ്യാസ് ഉണ്ട്. എൻട്രോപ്പി എന്നുള്ളത് എന്താണ്? റാൻഡംനെസ്. റാൻഡംനെസ് ഏറ്റവും കൂടിയത് ഗ്യാസിനാണ്. ആ റാൻഡംനെസ് ഏറ്റവും കൂടിയ ഗ്യാസ് ഇവിടെ 1 മോൾ ഉണ്ട്, ഇവിടെ 1 മോൾ ഉണ്ട്. അതുകൊണ്ട് റിയാക്ഷന് മുമ്പും റിയാക്ഷന് ശേഷവും എൻട്രോപ്പിയിൽ ചേഞ്ച് ഇല്ല. എൻട്രോപ്പി ഡെൽറ്റ എസ് 0 ആണ്, ഓൾമോസ്റ്റ് 0 ആണ്. അതുകൊണ്ട് ഡെൽറ്റ എസ് ഓൾമോസ്റ്റ് 0 ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ മാറുമ്പോൾ ഈ വാല്യൂവിൽ കാര്യമായ വ്യത്യാസം പറയാനില്ല. ഓക്കെ, അതുകൊണ്ട് ഡെൽറ്റ ജി മാറുന്നില്ല. ഡെൽറ്റ എസ് ഓൾമോസ്റ്റ് 0 ആയതുകൊണ്ട് ടെമ്പറേച്ചർ മാറുമ്പോൾ ഡെൽറ്റ ജിയിൽ കാര്യമായ മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആയത്. അതേ സമയം രണ്ടാമത്തെ ഗ്രാഫിലേക്ക് വാ, രണ്ടാമത്തെ റിയാക്ഷനിലേക്ക് വാ. ഇവിടെ ഡെൽറ്റ എൻ ജി is equal to 2 minus 1 which is equal to 2 minus 1 which is equal to 1. അതായത് എൻട്രോപ്പി കൂടുന്നു. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. എന്താണ്? ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടി ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്തോറും മൈനസ് ടി ഡെൽറ്റ എസ് മോർ ആൻഡ് മോർ നെഗറ്റീവ് ആവുന്നു. നെഗറ്റീവ് ആയി കൂടുന്നത് താഴോട്ടാണ്. അതുകൊണ്ടാണ് സ്ലോപ്പ് താഴോട്ടായത്. ഇനി അതേസമയം ഈ ഗ്രാഫോ ഇവിടെ 2 പ്രോഡക്റ്റില് 2 റിയാക്ടൻസിന് 3 മോൾ. ഇതും ഗ്യാസാണ്, ഇത് ഗ്യാസാണ്. 2 മൈനസ് 3 മൈനസ് 1. എൻട്രോപ്പി നെഗറ്റീവ് ആണ്. അവിടെ എൻട്രോപ്പി നെഗറ്റീവ് ആണ്. അപ്പൊ മൈനസ് ടി ഡെൽറ്റ എസ് പോസിറ്റീവ് ആയി. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൽറ്റ ജി മോർ ആൻഡ് മോർ പോസിറ്റീവ് ആവും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഡെൽറ്റ എസ് 0 ആണ്, ഇവിടെ ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്, ഇവിടെ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എസ് 0 ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആയി. ഡെൽറ്റ എസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡെൽറ്റ ജി നെഗറ്റീവ് ആയി കൊണ്ടുവരുന്നു. അതേസമയം ഡെൽറ്റ എസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡെൽറ്റ ജി പോസിറ്റീവിലേക്ക് പോകുന്നു. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെ വ്യത്യസ്തമായ സ്ലോപ്പിന് കാരണം ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് റെഡ്യൂസിംഗ് ഏജന്റ് സെലക്ട് ചെയ്യുന്നത്? എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെയാണ് റെഡ്യൂസിംഗ് ഏജന്റ് സെലക്ട് ചെയ്യുന്നത്? കേൾക്കണേ, എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെയാണ് റെഡ്യൂസിംഗ് ഏജന്റ് സെലക്ട് ചെയ്യുന്നത്? ഞാനത് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഓക്കെ, ഇതൊരു എല്ലിംഗ്ഹാം ഡയഗ്രമാണ്. ഓക്കെ, ഇത് XO ഫോം ചെയ്യുന്ന റിയാക്ഷന്റെ എല്ലിംഗ്ഹാം ഡയഗ്രം. ഇത് YO ഫോം ചെയ്യുന്ന റിയാക്ഷന്റെ എല്ലിംഗ്ഹാം ഡയഗ്രം. ഇവിടെ ഡെൽറ്റ ജി വാല്യൂ, ഇവിടെ ടി വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത് ഡെൽറ്റ ആർ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ
G formation of Mx dash O minus delta F G of Mxo. Okay, ഓർമ്മ വേണ്ടത് ഇത് നെഗറ്റീവ് ആയാൽ ആ പോയിന്റ് ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കട്ടോ. എന്നാണ് ആ വാല്യൂ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ MXO എന്നുള്ളതിനെ M ഡാഷ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഈ രണ്ടാമത്തതിനെ ഇത് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അതാണ് അർത്ഥമാക്കുന്നത്. അത് മനസ്സിലാവുന്നത് തിരിച്ചറിയുന്നത്. ഇത് നെഗറ്റീവ് ആയാൽ ഇതിനെ ഇത് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഇത് പോസിറ്റീവ് ആയാൽ ഇതിനെ ഇത് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നോക്ക് ഇതിന്റെ ഡെൽറ്റ ജി മുകളിലോട്ട് പോസിറ്റീവ് വാല്യൂ കൊടുക്കുന്ന കാര്യമാണ്. ഈ ഒരു ടെമ്പറേച്ചർ ഞാൻ എടുക്കുന്നു T1 എന്നുള്ള ടെമ്പറേച്ചർ. T1 എന്നുള്ള ടെമ്പറേച്ചറിൽ YOന്റെ വാല്യൂ -1000. അതേ ടെമ്പറേച്ചറിൽ XOന്റെ വാല്യൂ -900. എങ്കിൽ delta G for the formation of XO minus delta G for the formation of YO at this temperature T1 അത്രയാണ്. XO ന്റെ -1000 minus 100 900 which is plus 900 minus 100. Okay, kilojoule. നെഗറ്റീവ് ആയില്ലേ? ഇത് നെഗറ്റീവ് ആയില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? YO എന്നുള്ളതിനെ സോറി 1 മിനിറ്റ്. ഇവിടെ ഇത് YOന്റെതാണ്. സോറി കേട്ടോ, ഇത് YOന്റെതാണ്, ഇത് XOന്റെതാണ്. ഓക്കെ. അപ്പൊ ഇത് -100 കിലോജൂൾ. എന്താ ഇത് അർത്ഥമാക്കുന്നത്? XO എന്നുള്ള ഓക്സൈഡിനെ Y എന്ന മെറ്റൽ കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. XO എന്നുള്ള മെറ്റൽ ഓക്സൈഡിനെ Y എന്ന മെറ്റൽ കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഏത് ടെമ്പറേച്ചർ? അറ്റ് ദിസ് ടെമ്പറേച്ചർ. ഓക്കെ. ഇനി ഈ ടെമ്പറേച്ചറിന് പറ്റും, അപ്പോഴും നെഗറ്റീവ് തന്നെയാവും. ഈ ടെമ്പറേച്ചറിന് പറ്റും, അപ്പോഴും നെഗറ്റീവ് തന്നെയാവും. അതിലേറ്റവും ചെറിയ ടെമ്പറേച്ചർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. കാരണം വലിയ ടെമ്പറേച്ചറിലേക്ക് പോകുന്നതോറും എക്സ്പെൻസീവ് ആവും. ഇനി അതേ സമയം ഈ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ TX എന്നുള്ള ടെമ്പറേച്ചർ കഴിഞ്ഞാൽ പിന്നെ XOനെ Y കൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ അതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ പോസിറ്റീവ് ആവും. നിങ്ങൾ ചെയ്ത് നോക്കാം, ഈ വാല്യൂ പോസിറ്റീവ് ആവും. അപ്പൊ എന്താവും? അതിന്റെ റിവേഴ്സ് എന്താവും? നെഗറ്റീവ് ആവും. അതായത് ഇതുവരെ XOനെ Y കൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ടെമ്പറേച്ചറിന് ശേഷം YOനെ X കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അതായത് എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ മുകളിലുള്ള മെറ്റൽ ഓക്സൈഡിനെ താഴെയുള്ള മെറ്റൽ കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഈ ടെമ്പറേച്ചറിന് താഴെ XO മുകളിലാണ്, YO താഴെയാണ്. അപ്പൊ XOനെ Y കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഇതിന് ശേഷം YO മുകളിലാണ്, XO താഴെയാണ്. ഓക്കെ. അപ്പൊ എന്താവും? YOനെ X കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അതിന് താഴെയോ XOനെ Y കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ എങ്ങനെയാണ് റെഡ്യൂസിംഗ് ഏജന്റ് സെലക്ട് ചെയ്യുന്നത്? മുകളിലും താഴെയുമുള്ളവരെ നോക്കുക. മുകളിലുള്ള ഓക്സൈഡിനെ താഴെയുള്ള മെറ്റൽ കൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിങ്ക് അതേപോലെ തന്നെ അയൺ എന്നിവയുടെ കേസിൽ റെഡ്യൂസിംഗ് ഏജന്റ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ആയിത്തീർന്നു. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. വളരെ പെട്ടെന്ന് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. നോക്കിക്കോ, ഈ എല്ലിംഗ്ഹാം ഡയഗ്രത്തില് നമ്മൾ നേരത്തെ പറഞ്ഞു സിങ്ക് ഓക്സൈഡിനെ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ട് ഡെൽറ്റ ജി കോസൈറ്റിക്ക എന്ന് പറയുന്ന പ്രോസസ് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഡെൽറ്റ ജി = 0 എന്നുള്ളത് കോസൈറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സിങ്കിന്റെ കേസിൽ ഓട്ടോ റിഡക്ഷൻ പറ്റില്ല. ഓക്കെ. അപ്പൊ സിങ്കിന്റെ കേസിൽ സൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിംഗ് ഏജന്റ് സെലക്ട് ചെയ്യാം. നോക്കാം നമുക്ക് എങ്ങനെയാണ് റെഡ്യൂസിംഗ് ഏജന്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറുന്നതിന്റെ
എല്ലിംഗ്ഹാം ഡയഗ്രമാണ്. ഓക്കെ, ഇത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ. ഇത് സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറുന്നത്. സിങ്ക് ടു സിങ്ക് ഓക്സൈഡ്. ഓക്കെ, സിങ്ക് ടു സിങ്ക് ഓക്സൈഡ്. ഓക്കെ, ഇത് കാർബൺ ടു കാർബൺ ഡയോക്സൈഡ്, സോറി കാർബൺ ടു കാർബൺ മോണോക്സൈഡ്, കാർബൺ ടു കാർബൺ മോണോക്സൈഡ്. ഓക്കെ, ഇനി ഒന്നുകൂടി, ഇത് കാർബൺ മോണോക്സൈഡ് ടു കാർബൺ ഡയോക്സൈഡ്. നമുക്ക് സിങ്ക് ഓക്സൈഡിനെ സിങ്കാക്കി മാറ്റാൻ കാർബൺ ഉപയോഗിക്കണോ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കണോ? ഇവിടെ ഡെൽറ്റ ജി, ഇവിടെ ഡെൽറ്റ, ഇവിടെ ഇത് നോക്കി മനസ്സിലാണത്. സിങ്ക് ഓക്സൈഡിനെ കാർബണുമായി ചേർത്ത് ചൂടാക്കിയാൽ സിങ്ക് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, റിഡക്ഷൻ നടക്കും. അതേപോലെ സിങ്ക് ഓക്സൈഡിനെ കാർബൺ മോണോക്സൈഡുമായി ചേർത്ത് ചൂടാക്കിയാലോ സിങ്ക് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. നോക്ക്, സിങ്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് ഉപയോഗിച്ചാലും കാർബൺ ഉപയോഗിച്ചാലും പറ്റും, കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചാലും പറ്റും. ഇതിൽ ആരാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിംഗ് ഏജന്റ്? അതിനു വേണ്ടിയിട്ട് നിങ്ങളെ നമുക്ക് ഈ എല്ലിംഗ്ഹാം ഡയഗ്രത്തിലേക്ക് നോക്കാം. നേരോ ഇവിടെ ഞാൻ 3 ടെമ്പറേച്ചറുകൾ കാണിക്കാം. ഒന്ന്, സിങ്ക് ഓക്സൈഡിന്റെ പ്ലോട്ട് കാർബൺ മോണോക്സൈഡിന്റെ പ്ലോട്ടുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഇവിടെ ടെമ്പറേച്ചർ, ഇത് ഞാൻ T1 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഇതിനെ ഞാൻ T2 എന്ന് വിളിക്കുന്നു. ഞാൻ ഇതിനെ T3 എന്ന് വിളിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് മുകളിലുള്ള മെറ്റൽ ഓക്സൈഡിനെ താഴെയുള്ള മെറ്റൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. മുകളിലുള്ള മെറ്റൽ ഓക്സൈഡിനെ താഴെയുള്ള മെറ്റൽ അല്ലെങ്കിൽ എലമെന്റ് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഈ T1 എന്നുള്ള ടെമ്പറേച്ചറിന് താഴെ നോക്കി, T1 എന്നുള്ള ടെമ്പറേച്ചർ T1 കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് മുകളിലാണ്, കാർബൺ മോണോക്സൈഡ് താഴെയാണ്. ഈ പ്ലോട്ട് താഴെയാണ് അല്ലെ? നോക്ക്, T1 കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡിന്റെ പ്ലോട്ട് മുകളിലും ഈ പ്ലോട്ട് താഴെയുമാണ്. അതായത് ഈ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡിനെ കാർബൺ ഉപയോഗിച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം. അതേസമയം ഈ ഒരു ടെമ്പറേച്ചർ കഴിഞ്ഞാൽ T3 എന്ന ടെമ്പറേച്ചർ കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് മുകളിലായി, കാർബൺ മോണോക്സൈഡ് താഴെയായി. അതായത് ഈ ടെമ്പറേച്ചർ T3 എന്ന ടെമ്പറേച്ചർ കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡിനെ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ T1 ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ പോസിബിൾ ആണ്, T3 എന്ന ടെമ്പറേച്ചർ കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് കൊണ്ട് പോസിബിൾ ആണ്. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻ പോസിബിൾ ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ റിയാക്ഷൻ ലോ ടെമ്പറേച്ചറിൽ പോസിബിൾ ആണ്. ഈ റിയാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത് ഹൈ ടെമ്പറേച്ചറിലാണ് അല്ലെ? ഇതിനിപ്പോ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കുക, സോറി T1 ലെസ് ദാൻ T2 ലെസ് ദാൻ T3. അപ്പൊ T3 എന്ന ടെമ്പറേച്ചറിന് ശേഷം ഇത് പോസിബിൾ ആയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ കൂടുന്നതോറും എക്സ്പെൻസ് കൂടുന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സിങ്ക് ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സൂട്ടബിൾ ആയിട്ടുള്ളത് കാർബൺ ആണ്. അതുകൊണ്ടാണ് സിങ്ക് ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്മെൽറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കോക്കുമായി ചേർത്ത് ചൂടാക്കും. ഈ റിയാക്ഷൻ കമ്പാരിറ്റീവ്ലി ലോ ടെമ്പറേച്ചറിൽ നടക്കും. ഓക്കെ, അപ്പൊ സിങ്ക് ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിംഗ് ഏജന്റിനെ നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി അത് നമ്മൾ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സിങ്ക് ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തത് ആര് ഉപയോഗിച്ചിട്ടാണ്? സിങ്ക് ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തത് കാർബൺ ഉപയോഗിച്ചിട്ടാണ്, കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ടല്ല. ഇനി നമ്മൾ ഇരുമ്പിന്റെ കേസിലേക്ക് പോവാം. അതെ അതെ, ഇവിടെ ഡെൽറ്റ ജി ടി. This is for C2
CO2. ഓക്കെ, ഇനി FeO ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇത് CO ആയിട്ട് മാറുന്നത്. ഒന്നുകൂടി CO to CO2. അല്ലെ, നിങ്ങൾ നോക്ക്, FeO ആയിട്ട് മാറുന്ന ഈ ഗ്രാഫിന്റെ ഈ ടെമ്പറേച്ചറിന് താഴെ നോക്കിയ നിങ്ങൾ, ഈ ടെമ്പറേച്ചർ വരെ സിഒന്റെ ഗ്രാഫ് എഫിന്റെ ഗ്രാഫിന് താഴെയാണ്. ലോ ടെമ്പറേച്ചറിൽ സിഒന്റെ ഗ്രാഫ് CO2 ആയി മാറുന്ന എന്താ പറയാ CO2 ആയിട്ട് മാറുന്ന ഗ്രാഫ് ഈ ഗ്രാഫിന്റെ താഴെയാണ്. അതേസമയം ഇതാ ഈ ടെമ്പറേച്ചർ കഴിഞ്ഞ ശേഷമാണ് കാർബണിന്റെ ഗ്രാഫ് താഴെ വരുന്നത്. അല്ലെ, നോക്കുക, ഇതിന് ശേഷം ഈ ടെമ്പറേച്ചറിന് ശേഷം എഫിന്റെ ഗ്രാഫ് മുകളിലാണ്, കാർബണിന്റെ ഗ്രാഫ് താഴെയാണ്. അതിന് മുമ്പ് വരെയോ കാർബണിന്റെ ഗ്രാഫ്, ഈ രണ്ട് ഗ്രാഫും എഫിന്റെ മുകളിലാണ്. അതായത് ഈ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് FeOന് കാർബൺ ഉപയോഗിച്ചിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് Fe ആണ് CO ആയിട്ട് മാറ്റാം. പക്ഷെ അതിനേക്കാൾ മുമ്പുള്ള ലോ ടെമ്പറേച്ചറുകളിൽ നമുക്ക് FeOനെ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം. കാരണം കാർബൺ മോണോക്സൈഡിന്റെ ഗ്രാഫ് ഏതാണ്? അത് താഴെയാണുള്ളത്, Fe + CO2. അതുകൊണ്ടാണ് ബ്ലാസ്റ്റ് ഫർണസിൽ അയണിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ഉപയോഗിക്കുന്നത്. അയൺ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നത്. അയൺ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വിച്ച് ഈസ് ദി മോസ്റ്റ് സൂട്ടബിൾ റെഡ്യൂസിംഗ് ഏജന്റ് ഫോർ ദി റിഡക്ഷൻ ഓഫ് FeO, C or CO? Or why CO is used as reducing agent in blast furnace? അപ്പോൾ നിങ്ങൾ പറയണം, എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ FeO ആയിട്ട് മാറുന്ന പ്ലോട്ടിന് താഴെയാണ് CO2 ആയിട്ട് മാറുന്ന പ്ലോട്ട് ലോ ടെമ്പറേച്ചറിൽ. അത് കഴിഞ്ഞിട്ട് CO ആയിട്ട് മാറുന്ന ഗ്രാഫും CO2 ആയിട്ട് മാറുന്ന ഗ്രാഫും താഴെ വരുന്നുണ്ട്, പക്ഷേ അത് ഹൈ ടെമ്പറേച്ചറിലാണ്. അപ്പൊ ഈസ്റ്റ് അറ്റൈനബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ CO ഗ്രാഫ് താഴെ വരുന്നത് കൊണ്ട് CO റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതിൽ നമുക്ക് സിന്റെ ഗ്രാഫ് CO ആയിട്ട് മാറുന്ന ഗ്രാഫ് താഴോട്ടല്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ഹൈ ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിന്റെയും താഴെ കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുന്ന ഗ്രാഫ് താഴെ വരൂലേ? ഓക്കെ, എല്ലാത്തിനും താഴെ ഇത് വരും. അതായത് വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, at high temperatures any metal oxide can be reduced by using carbon. At high temperature any metal oxide can be converted into carbon. I mean converted into metal by using carbon. ഓക്കെ, അതാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാത്തിനെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് കാർബൺ. പക്ഷെ അത് തിയററ്റിക്കലി പറ്റും, അത് സംഭവം നടക്കില്ല. ഒന്ന്, ഹൈ ടെമ്പറേച്ചർ എക്കണോമിക്കലി അറ്റൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്ന്, ഹൈ ടെമ്പറേച്ചർ, ഫോർ എക്സാമ്പിൾ ഇതൊരു മെറ്റൽ ഓക്സൈഡ് ആണെന്ന് വിചാരിക്കാം, അതിനെ കാർബൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ കൊടുക്കുകയും ചെയ്യും.
നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്സിജൻ കാർബണിന്റെ കൂടെ പോകുന്നതാണ്. പക്ഷെ ഹൈ ടെമ്പറേച്ചറിൽ ചിലപ്പോൾ കാർബൺ ആ മെറ്റലുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തതിന് പകരം കാർബൺ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റലിന്റെ കാർബൈഡ് ഉണ്ടാകും, ഓക്സിജൻ ഫ്രീ ആകും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എതിരായിട്ടാണ്. മെറ്റൽ ഫ്രീ ആയിട്ട് കാർബൺ ഓക്സിജൻ കൊണ്ടുപോകുന്നതല്ല, മെറ്റലി കാർബണുമായി കമ്പൈൻ ചെയ്തിട്ട് മെറ്റലിന്റെ കാർബൈഡ് ഫോം ചെയ്യും ഹൈ ടെമ്പറേച്ചർ. അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ തിയററ്റിക്കലി കാർബൺ റെഡ്യൂസിങ് ഏജന്റ് ആണ്. പക്ഷെ ഹൈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നത് പ്രയാസമാണ്. ഹൈ ടെമ്പറേച്ചറിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും, മെറ്റൽ ഓക്സൈഡ് കാർബണുമായി കമ്പൈൻ ചെയ്തിട്ട് മെറ്റലിന്റെ കാർബൈഡ് ഫോം ചെയ്തേക്കാം. ഓക്കെ, ഇനി ഏറ്റവും അവസാനം നമുക്ക് പറയാനുള്ളത് limitations of this Ellingham diagram. ലിമിറ്റേഷൻസ്, രണ്ട് പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആണുള്ളത്. ഒന്ന്, എല്ലിംഗ്ഹാം ഡയഗ്രം ഉപയോഗിച്ചിട്ട് ആ റിഡക്ഷൻ പ്രോസസ്സിൽ മെറ്റൽ ഓക്സൈഡിനെ ഒരു റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പ്രഡിക്റ്റ് ചെയ്യാമെന്നല്ലാതെ ആ റിയാക്ഷൻ എത്ര സ്പീഡിൽ നടക്കും അതിന്റെ കൈനറ്റിക്സ് പറയാൻ സാധിക്കില്ല. ഓക്കെ, എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? വി ക്യാൻ സേ ഓൺലി ദി ഫീസിബിലിറ്റി ഓഫ് ദി റിയാക്ഷൻ, വി കനോട്ട് പ്രെഡിക്റ്റ് ദി കൈനറ്റിക്സ് ഓഫ് ദി റിയാക്ഷൻ. റിയാക്ഷന്റെ സ്പീഡ് എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ചിലപ്പോൾ പ്രോസസ് എന്താ പറയുക, ഫീസിബിൾ ആയിരിക്കാം. അക്കോർഡിംഗ് ടു തിയറി, എല്ലിംഗ്ഹാം ഡയഗ്രത്തിന്റെ തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് ആ റിയാക്ഷൻ ഫീസിബിൾ ആണെന്ന് പറയാം. പക്ഷെ ചിലപ്പോൾ ആ ഫീസിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എത്രത്തോളം സ്പീഡിലാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നൊന്ന്, ഇവിടെ എല്ലിംഗ്ഹാമിന് ഡെൽറ്റ ജി കണ്ടുപിടിക്കുന്നില്ലേ, ആ ഡെൽറ്റ ജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്, -RT log Kp. ഇതെന്താ? ഇത് ഡെൽറ്റ ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇത് എന്തായി? Kp or Kc ഏതാ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അതായത് റിയാക്റ്റന്റും പ്രോഡക്റ്റും ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷമുള്ള ഡെൽറ്റ ജി കണ്ടുപിടിച്ചു കഴിഞ്ഞ ശേഷമാണ് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ റിയാക്റ്റന്റും പ്രോഡക്റ്റും എപ്പോഴും ഇക്വിലിബ്രിയത്തിലാവണമെന്ന് നിർബന്ധമില്ല. So these are important drawbacks or limitations of Ellingham diagram. ഓക്കെ, സോ ഇവിടേക്ക് നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം.